തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഗാസയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്താണ് ഇപ്പോൾ ആക്ച്വലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും. 1948 ഇസ്രായേൽ സ്ഥാപിതമായതോടുകൂടെ ഗാസയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. ഗാസയുടെ ചരിത്രം വളരെ സമ്പന്നവും സങ്കീർണവുമായിരുന്നു. പുരാതന കാലം മുതൽ വിവിധ സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ഭാഗമായിരുന്നു ഗാസ. 1948 ഇസ്രായേൽ സ്ഥാപിതമായതോടുകൂടെ ഗാസയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടു. 1967 5 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസയെ കൈവശപ്പെടുത്തി. എന്നാൽ 2005 ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറി. ശേഷം 2021 ഇസ്രായേലും ഹമാസും വീണ്ടും ഏറ്റുമുട്ടുന്നു. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നു, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു, ഭവനരഹിതരാവുന്നു, 8 സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങിയ യുദ്ധമാണ്. കഴിഞ്ഞ റംസാനിലുടനീളം ഹമാസിന്റെ ദുരിതാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷമായി തുടരെ ഹമാസും അതുപോലെ തന്നെ ഗാസയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളുടെ വീഡിയോസ് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധത്തിന് ഒരു യാതൊരുവിധ പരിഗണനയും യാതൊരുവിധ മയവും മയപ്പെടുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. 2ാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റംസാനിൽ പോലും, അടുത്തൊരു റംസാൻ അല്ലെങ്കിൽ ഈ ഒരു പെരുന്നാളെങ്കിലും നേരെ ചൊവ്വേ ഇൻഷാ അല്ലാഹ് യാതൊരു പ്രശ്നവും ഇല്ലാതെ ആസ്വദിക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഗസ ജനങ്ങളിലോട്ടാണ് വീണ്ടും വെടിനിർത്തൽ കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ തുടരെ സംഭവിക്കുകയാണ്. ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന നിങ്ങളുടെ വീട്ടിലോട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ എല്ലാവരും ചേർന്ന് കടന്നുറങ്ങുന്ന ഒരു വീട്ടിലോട്ട് നേരെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു. നമ്മൾ ജീവനോടെ പോയിട്ട് നമ്മുടെ അവയവങ്ങളെങ്കിലും നേരെ ചൊവ്വേ കൂട്ടി പെറുക്കി വയ്ക്കാൻ കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഈ ഇടയ്ക്ക് കണ്ട വീഡിയോസ് ഓരോന്നും അത്തരത്തിലുള്ളതാണ്. ഒട്ടേറെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മരണപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. എത്ര കുഞ്ഞു കബറുകളാണ്. ഗസ എന്ന് പറയുന്നത് കുഞ്ഞ് പൈത മക്കളുടെ ശ്മശാന ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്ന ഒന്നുണ്ട്, അവരുടെ മനസ്സിലെ ആ ഒരു ഗസയിൽ തന്നെ വേരൂന്നി നിർത്തുന്ന ഒന്നുണ്ട്, അവരുടെ ഉള്ളിലെ ഈമാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ രാജ്യം വിജയിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രയത്നം, ഈ ഒരു സഹിക്കുന്നതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം. എങ്ങനെ തോൽപ്പിക്കാനാണ്? എത്രയേറെ വർഷങ്ങൾ കാത്തിരുന്നാലും അവർ തോറ്റു തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കണ്ണു തുറപ്പിക്കുന്ന ഓരോ വീഡിയോസുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണമുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണുന്നു, അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ അറിയുന്നു. അവിടെ കൊണ്ട് നിർത്തരുത്. ഗസയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ഒരിടം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അവിടെ കൊണ്ട് നിർത്തരുത്. ഗസയെക്കുറിച്ച് കൺസിസ്റ്റൻ്റ് ആയി നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഗസയുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അവരുടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അവരുടെ റെസിസ്റ്റൻസ് പവറിനെ കുറിച്ച്. അപ്പം മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. 1 രൂപയെങ്കിൽ 1 രൂപ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഗസയിലോട്ട് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒട്ടേറെ സംഘടനകളുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യാനായിട്ട് പറ്റും. വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വായു തന്നെ മലിനപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ, താമസിക്കാൻ വീടില്ല, ഒന്നും തന്നെ ഇല്ലാതെ, ഭക്ഷണമില്ലാതെ, രാത്രിയും പകലും അതുപോലെ നോമ്പ് തുറയോ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴമോ ഒന്നും തന്നെ ഇല്ലാതെ ഫുൾ ടൈം നോമ്പിൽ കഴിയുന്ന ഗസ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇത്രയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നാവ് കൊണ്ടെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അപ്പോൾ ഗസയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഈ ഒരു വീഡിയോയുടെ താഴെ കോമൻസ് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഐക്യദാർഢ്യമെങ്കിലും നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.